സ്പ്ലിറ്റ് എ സി വെക്കരുത്. പ്രീമിയം ആയിട്ട് നിങ്ങൾ വീട് ഡിസൈൻ ചെയ്യാൻ സ്പ്ലിറ്റ് എ സി ഒരിക്കലും വെക്കരുത്. കാരണം വെച്ചാൽ ഇന്റീരിയർ ഒക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി ചെയ്യുന്ന സ്ഥലത്ത് സ്പ്ലിറ്റ് എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇന്റീരിയറിന്റെ ഭംഗി നശിപ്പിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾ അവിടെ ചെയ്യേണ്ട വെച്ചാൽ കൺസീൽഡ് ആയിട്ടുള്ള എ സികൾ തന്നെ ചെയ്യണം. ഡക്റ്റുകൾ ഡിസൈൻ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഈയിടെ ആയിട്ട് ഒരു വീഡിയോ ശ്രദ്ധിച്ചു. വളരെ എന്താ പറയുക, പ്രീമിയം ലെവലിലായിരുന്നു വീട്, ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. നേരെ അകത്തളം കാണിച്ചു തുടങ്ങിയപ്പം അതിൻ്റെ വൃത്തികൾ മനസ്സിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭംഗിയായിട്ടുള്ള വീട്ടിൽ അകത്തളത്ത് കൊണ്ടുപോയി സ്പ്ലിറ്റ് എ സി വെച്ചിട്ടുണ്ട്. കയറുന്ന സ്ഥലത്ത് തന്നെ സ്പ്ലിറ്റ് എ സി, അതേപോലെ തന്നെ ഡൈനിങ് ഹാളില്, ലിവിങ്ങില് ഒക്കെ സ്പ്ലിറ്റ് എ സി ആണ്. നേരെ ഭാഗത്ത് ബെഡ്റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് അവിടെയും സ്പ്ലിറ്റ് എ സി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ പ്രീമിയം ലെവലിൽ വീട് വെക്കുന്ന സ്ഥലങ്ങളിലാണ് ഞാൻ പറയുന്നത്. ഇതിന് സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടുതലാണ്, പക്ഷെ ഭംഗിക്ക് ഒരു ഇതുമില്ല, വളരെ ഭംഗിയായിരിക്കും. അതേപോലെ തന്നെ എനർജി എഫിഷ്യൻസി കൂടുതലായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈവൻ ആയിരിക്കും. സ്പ്ലിറ്റ് എ സി ആണെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മാത്രമാണ് ത്രോ വരിക, എയർ ത്രോ വരിക. അതുകൊണ്ട് തന്നെ തണുപ്പ് കിട്ടുന്ന ഭാവം പലയിടത്തും വ്യത്യസ്തമായിരിക്കും. അതേപോലെ തന്നെ നേരിട്ട് അതിന്റെ ചോട്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. ഗ്യാസ് ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതൊരു സ്ഥലത്തൊക്കെ പോയി നമ്മൾ മുഖത്തോട്ടോ അല്ലെങ്കിൽ മേത്തോട്ടൊക്കെ ഡയറക്റ്റ് ആണ് എ സിന്റെ എയർ അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു ബുദ്ധിമുട്ട്. നേരെ മറിച്ച് അതിന്റെ അപ്പുറത്ത് ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ആ എ സി ഫീൽ ചെയ്യും കൂടി ഉണ്ടാവില്ല. ചിലപ്പോൾ അദ്ദേഹം ആയിക്കാർ ചിലപ്പോൾ ഇത് നിയന്ത്രിക്കുന്നുണ്ടാവുക. അപ്പോൾ അദ്ദേഹം കണക്കിലെടുത്തിട്ടായിരിക്കും. നേരെ മറിച്ച് നമുക്ക് ഡക്റ്റബിൾ എ സിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞമാർക്ക് എല്ലായിടത്തും സ്ഥലത്തും ഈവൺ ആയിട്ടായിരിക്കും എ സിന്റെ എയർ വരുന്നുണ്ടാവുക, തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ VRF, അതേപോലെ തന്നെ VRVയിലോട്ടൊക്കെ പോവുകയെങ്കിൽ എനർജി എഫിഷ്യൻസി നമുക്ക് നല്ലത്, കറണ്ട് ബില്ല് നമുക്ക് ഒരുപാട് കുറക്കാനും പറ്റും. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ചൂടുണ്ട്, എല്ലാ സ്ഥലത്തും എന്താ കിച്ചണിലൊക്കെ എ സി വെക്കണമെന്ന് ചോദിക്കുന്ന കാലം വരെ എത്തിയിട്ടുണ്ട്. അപ്പം എ സി നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രീമിയം വീടാണെങ്കിൽ കൺസൾട്ട് ആയിട്ട് തന്നെ പോകുന്ന എ സികൾ ഡിസൈൻ ചെയ്യുക. നിങ്ങൾ ഇന്റീരിയറിനെ മാച്ച് ആവുന്ന പോലെ തന്നെ ചെയ്യാം. ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ MEP ഡിസൈനിങ് ആൻഡ് കൺസൾട്ടിങ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു.